മലയാളികളെക്കുറിച്ച് ലോകവ്യാപകമായി ധാരാളം കഥകളുണ്ട്. എന്നാൽ നമ്മളിന്ന് പറയാൻ പോകുന്നത് മലയാളികളെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് മലയാളി എൻജിനീയർമാരെക്കുറിച്ചുള്ള ഒരു കടങ്കഥയാണ്. ദ മല്ലു എൻജിനീയർ റിഡിൽ. നമുക്ക് നേരിട്ട് ആ കഥയിലേക്ക് പോവാം. കഥ നടക്കുന്നത് സൗദി അറേബ്യയിലാണ്. അവിടെ ജോലി ചെയ്യുന്ന ഒരു മലയാളി എൻജിനീയർ ഒരു ദിവസം രാവിലെ ഒരു കുതിരപ്പുറത്ത് കയറി സൗദി അറേബ്യയിലുള്ള ഒരു ഗ്രാമത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഗ്രാമത്തിൻ്റെ നടുവിൽ ഒരാൾക്കൂട്ടം കണ്ടു. അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നു. നടുക്കൊരു കുതിരയെ നിർത്തിയിട്ടുണ്ട്. ഒരാളൊരു കത്തിയൊക്കെ രാഗിക്കൊണ്ട് കുതിരയെ കൊല്ലാനുള്ള പുറപ്പാടാണെന്ന് തോന്നിയത് കൊണ്ട് ഈ മല്ലു എൻജിനീയർ അവിടെ കുതിരയെ നിർത്തി നേരെ ആൾക്കാരുടെ അടുത്ത് ചെന്ന് കാര്യം അന്വേഷിച്ചു. അപ്പോഴാണ് അവർ കാര്യം പറഞ്ഞത്. അവിടെ വളരെ പ്രശസ്തനായ ധനവാനായ ഒരു ഗ്രാമീണനുണ്ടായിരുന്നു. ഈ അറബിക്ക് 3 ആൺമക്കളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളെല്ലാം മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അവസാനം 17 കുതിരകൾ മാത്രം ബാക്കി വന്നു. ഈ കുതിരകൾ മക്കൾക്ക് എങ്ങനെ വീതം വെക്കണമെന്നും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വീതം വയ്ക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുതിര അധികമാണ്. അപ്പോൾ അതിനെ മുറിച്ച് കഷ്ണങ്ങളാക്കി വേർപെടുത്തി ഇവർക്ക് വീതം വയ്ക്കാൻ പോവുകയാണ് എന്നാണ് ഈ നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ പുള്ളി ചോദിച്ചു, എങ്ങനെ വീതം വയ്ക്കാനാണ് അദ്ദേഹം പറഞ്ഞിരുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞത്, മൂത്ത മകന് ഈ കുതിരകളുടെ 2/1 കൊടുക്കണമെന്നും രണ്ടാമത്തെ മകന് ഈ കുതിരകളുടെ 3/1 കൊടുക്കണമെന്നും മൂന്നാമത്തെ മകന് ഈ കുതിരകളുടെ 9/1 കൊടുക്കണമെന്നാണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്. മൊത്തം 17 കുതിരകളാണുള്ളത്. എങ്ങനെ വീതിക്കാൻ നോക്കിയിട്ടും ഒരു കുതിരയെ മുറിക്കാതെ ഇത് വീതം വെപ്പ് നടക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മലയാളി എൻജിനീയർ അവരോട് ചോദിച്ചു, ഞാൻ ഈ പ്രശ്നം പരിഹരിച്ച് തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, നിങ്ങളെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ പരിഹരിക്കൂ. ഞാൻ എൻ്റെ കുതിരയെ കൂടെ ഈ 17 എണ്ണത്തിൻ്റെ കൂടെ ചേർത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നാട്ടുകാരും ഈ ആൺമക്കളുമൊക്കെ ഒരു നിമിഷം ആലോചിച്ചിട്ട് അവർ ചിരിച്ചു. മണ്ടം മലയാളി എൻജിനീയർ, ഒരു കുതിരയെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ്. അപ്പോൾ ഇനി വീതം വയ്ക്കൽ എളുപ്പമാവുമെന്ന് കരുതി അവർ ഈ മലയാളി എൻജിനീയറുടെ ഈ വാദം അംഗീകരിച്ചു കൊടുത്തു. പുള്ളി നേരെ വന്നിട്ട് പുള്ളിയുടെ കുതിര ഉൾപ്പെടെ ഈ 18 കുതിരകളെ നിരത്തി നിർത്തി. എന്നിട്ട് മൂത്ത മകനെ വിളിച്ചു. അയാൾക്ക് ഇതിലെ 2/1, അതായത് 18 കുതിരകളിലെ 2/1 9 കുതിരകളെ നൽകി. രണ്ടാമത്തെ മകനെ വിളിച്ചു. അയാൾക്ക് ഇതിൻ്റെ 3/1 നൽകേണ്ടത്. അപ്പോൾ 18 കുതിരകളുണ്ട്. അതിലെ 3/1 അയാൾക്ക് ഭാഗിച്ചപ്പോൾ അയാൾക്ക് 6 കുതിരകളെ കിട്ടി. അത് അയാൾക്ക് നൽകി. അടുത്ത മൂന്നാമത്തെ മകനെ വിളിച്ചു. 18 കുതിരകളുടെ 9/1 അയാൾക്ക് കൊടുക്കേണ്ടത്. ഇതിൻ്റെ 9/1 ആകുമ്പോൾ അയാൾക്ക് 18-ൽ 2 കിട്ടും. അയാൾക്ക് 2 കൊടുത്തു. അത് കഴിഞ്ഞ് നാട്ടുകാർ നോക്കുമ്പോൾ മലയാളിയുടെ കുതിര അവിടെ തന്നെ നിൽപ്പുണ്ട്. അവർ നോക്കിയപ്പോൾ മൂത്ത മകന് 9 കുതിരകളെ കിട്ടി, രണ്ടാമത്തെ മകന് 6 കുതിരകളെ കിട്ടി, മൂന്നാമത്തെ മകന് 2 കുതിരകളെ കിട്ടി. 9ഉം 6ഉം 15ഉം 2ഉം 17. കൃത്യമായി മലയാളി ഈ കുതിരകളെ ഇവർക്ക് ഭാഗിച്ചു കൊടുത്തു. അതിനുശേഷം ഈ മലയാളി എൻജിനീയർ കുതിരപ്പുറത്ത് കയറി ടാറ്റയൊക്കെ പറഞ്ഞിട്ട് പോയി. മലയാളി എൻജിനീയറുടെ അബദ്ധം മുതലെടുത്ത് പുള്ളിയുടെ കുതിരയെ കൂടെ സ്വന്തമാക്കാമെന്ന് കരുതി നിന്നവർക്ക് മുന്നിൽ കുതിരകളെ കൃത്യമായി വീതിച്ച് നൽകി ഒരു എൻജിനീയറുടെ ബുദ്ധി കാണിച്ച് ആ മലയാളി അവിടെ നിന്ന് പോകുന്നത് വിഷണ്ണരായി നോക്കി നിൽക്കാൻ മാത്രമേ ഈ സൗദി അറേബ്യയിലുള്ള ആൾക്കാർക്ക് കഴിഞ്ഞുള്ളൂ കേട്ടോ.